മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഇതുവരെ ബിഗ് ബോസ് റേഷൻ കൊടുത്തിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇത്രയും ടൈമായിട്ടും റേഷൻ വരാത്തത്. അപ്പോൾ നൂറയൊക്കെ പറയുന്നുണ്ട്, ലാലേട്ടൻ പറഞ്ഞില്ലേ ഇനി റേഷനൊക്കെ കട്ട് ചെയ്യുമോ, റേഷൻ വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോളാണെങ്കിലും പച്ചമുളക് ഇല്ലല്ലോ, ഒന്ന് മുളകെങ്കിലും ചോദിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് കുക്കർ നാശമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോറൂമിൽ കൊണ്ടുപോയി വെച്ചു. കുക്കർ നന്നാക്കി ബിഗ് ബോസ് കൊടുക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും കൂടെ ഓടുന്നുണ്ട്. നൂറെ അതിലേക്ക് ഓടിപ്പോയി നോക്കുന്നുണ്ട്, റേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അത് കുക്കറാണ്. കുക്കർ എടുത്തുകൊണ്ട് വന്ന് നൂറ് കൊടുക്കുന്നത് അനുമോളുടെ കയ്യിലേക്കാണ്. അനുമോൾ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനീഷേട്ടൻ വരുന്നുണ്ട്, അനീഷേട്ടനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ അനീഷേട്ടനോട് പറയുന്നുണ്ട്, അനീഷേട്ടൻ ഇതൊന്നും കൊണ്ടുപോയി വെക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഷാനവാസ് അതേപോലെ ആദിലേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഓ അനീഷേട്ടൻ അതൊന്ന് കൊണ്ടുപോയി വെക്കുമെന്ന്. അപ്പോഴേക്കും ആദിൽ കളിയാക്കി പറയുന്നുണ്ട്, ഇപ്പം അനീഷേട്ടൻ്റെ തലയിൽ മറ്റേ ആ പിങ്ക് കളറുള്ള ഹാർട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്, വളയത്തിൽ അങ്ങനെ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ കളിയാക്കുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസ് കളിയാക്കാൻ വരുന്ന സമയത്ത് അനുമോള് പറയുന്നുണ്ട്, വെറുതെയാണ് നിങ്ങൾ അമ്മായി എന്ന് വിളിക്കുന്നത്, നിങ്ങൾക്ക് ശരിക്കും ചേരുന്ന പേര് അമ്മായി തന്നെയാണെന്ന്. ഞാൻ എന്താണെങ്കിലും ഞാൻ പോവില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അതായത് അനുമോളും ആദിലയും തമ്മിൽ പിണങ്ങിയിട്ടുണ്ടായിരുന്നു. ആദിലേക്ക് കുറച്ച് കറിയേ കിട്ടിയുള്ളൂ. അനുമോൾ അവിടെ ഫേവറേറ്റിസം കാണിച്ചു, അതുകൊണ്ട് തന്നെ കറി എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, കുക്കറില്ലാതെ വരെ ഞാൻ വേവിച്ച് തന്നിട്ട് നീ അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള പിണക്കാണ്. ആദിലേനെ കിച്ചണിൽ മാറ്റണം എന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ ആദിലേയും പറയുന്നുണ്ട് അനുമോളെ മാറ്റണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആദിലേനോട് അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട്, ജലദോഷം മാറിയോന്ന്. അനീഷേട്ടൻ എൻ്റെ ജലദോഷം മാറി, അപ്പോൾ അനുമോളുടെയും മാറിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട്, പൊയ്ക്കോ വണ്ടി വിട്ട് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്.